ഇന്ന് ഈ കൃഷ്ണനെ വരയ്ക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഔട്ട്ലൈനിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടെ കേരള മ്യൂറൽ സ്റ്റൈലിലുള്ള കൃഷ്ണനെയാണ് വരച്ചിട്ടുള്ളത്. 10x8 സൈസിലുള്ള ക്യാൻവാസിലാണ് ചിത്രം വരച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്ട് 2 വർഷം മുമ്പ് വരച്ച ചിത്രമാണ്. പേപ്പറിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച ചിത്രത്തിനെ കാർബൺ പേപ്പർ ഉപയോഗിച്ച് ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ക്യാൻവാസിൽ നേരിട്ടും പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോ വളരെ ചെറിയൊരു ചിത്രമാണ്, അതും കേരള മ്യൂറൽ സ്റ്റൈലിലാണ് വരയ്ക്കുന്നത്. അപ്പൊ ധാരാളം ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാവും. അപ്പൊ പെൻസിൽ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ ഇറേസ് ചെയ്ത് പെൻസിൽ മാർക്സ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് പേപ്പറിൽ വരച്ചിട്ട് അത് ട്രേസ് ചെയ്തെടുത്തത് കേട്ടോ. കേരള മ്യൂറൽ സ്റ്റൈലിലുള്ള ചിത്രങ്ങള് എപ്പോഴും കുറച്ച് വലിയ ക്യാൻവാസിൽ വരയ്ക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാല് ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണല്ലോ. അപ്പോ നല്ല വലിപ്പത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നുണ്ടാവുക. അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് ഓർണമെന്റ്സ് ആയാലും ഡ്രസ് ആയാലും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ വരച്ചെടുക്കാൻ പറ്റുന്നത്. ഇവിടെ ഞാനൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെറിയ ഒരു ക്യാൻവാസിൽ വരച്ചതാണ് കേട്ടോ. ചതുരാക്ഷരി ഗോപാലം എന്ന് പറഞ്ഞിട്ട് കേരള മ്യൂറൽ പെയിന്റിങ്ങിൽ ഒരു ചിത്രമുണ്ട്. അതിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ചിത്രം വരച്ചിട്ടുള്ളത് കേട്ടോ. ചതുരാക്ഷരി ഗോപാലം അല്ല വരച്ചിട്ടുള്ളത്. അതിലുള്ള എല്ലാ സബ്ജക്ട്സിനെയും ഞാൻ ഇവിടെ വരച്ചിട്ടില്ല കേട്ടോ. ചതുരാക്ഷരി ഗോപാലം എന്നുള്ള ചിത്രത്തില് കൽപ്പവൃക്ഷം, അതിൽ വിരിഞ്ഞ് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന താമരപ്പൂക്കള്, അതിൽ നിന്ന് പൊഴിയുന്ന സ്വർണ്ണ നാണയം, രത്നങ്ങള്, പവിഴങ്ങള്, അതിന്റെ ചുവട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിലിരിക്കുന്ന കൃഷ്ണൻ, അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഞാൻ താമരപ്പൂവും കൃഷ്ണനും മാത്രമാണ് ആ ചിത്രത്തിൽ ഉള്ളതുപോലെ എടുത്തിട്ടുള്ളത്. ഇവിടെ വെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിലിരിക്കുന്ന കൃഷ്ണനെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ചതുരാക്ഷരി ഗോപാലത്തിലും ഇതേപോലെയാണ് കൃഷ്ണൻ ഇരിക്കുന്നത്. ഈ ചിത്രം വരച്ച് കംപ്ലീറ്റ് ആവാറായപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത്, ഇത് MDF ബോർഡിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ വരയ്ക്കായിരുന്നു എന്ന്. അല്ലെങ്കിൽ മുളയുടെ ഒരു തണ്ട് കിട്ടില്ലേ, നമുക്ക് ആനമുള എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ലേ, അതിലൊക്കെ വരച്ചാൽ നന്നായിരിക്കും എന്ന്. അപ്പൊ നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മെറ്റീരിയലിൽ വരച്ചു നോക്കൂ. ഇതിൽ ഏതിൽ വരയ്ക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് ജെസ്സോ അപ്ലൈ ചെയ്യണം കേട്ടോ. ഒരു 2 കോട്ടെങ്കിലും ജെസ്സോ അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങിയ ശേഷം മാത്രമേ അതിൽ വരയ്ക്കാൻ പാടുള്ളൂ. വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വരച്ചു നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരച്ചു നോക്കൂ. എന്നിട്ട് എനിക്കത് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിന്റെ പേര് babysteps_avk എന്നാണ് കേട്ടോ. അങ്ങനെ ചിത്രം വരച്ച് കംപ്ലീറ്റ് ആവാറായി കേട്ടോ. ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വേറെയും പെയിന്റിങ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയും അതുപോലെ ആർട്ട് വ്ലോഗ്സും ഒക്കെ കാണാൻ പറ്റുമേ. ഞാൻ അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ എൻ സ്ക്രീനിലും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.